പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് അർജന്റീന സ്പെയിൻ ഫിനലിസ്മ പോരാട്ടം റദ്ദാക്കി. നിഷ്പക്ഷ വേദി കണ്ടെത്താൻ അർജന്റീന സ്പെയിൻ ഫെഡറേഷനുകൾക്ക് സാധിക്കാത്തത് കൊണ്ടാണ് തീരുമാനം. ഖിലാഫ് അഹമ്മദുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്നും. ഖിലാഫെ, ഏറെ ആകാംക്ഷയോടെ ആരാധകർ കാത്തിരുന്ന പോരാട്ടമാണ് മെസ്സി എമ്മാൽ പോരാട്ടം. പക്ഷേ ആരാധകരെ നിരാശപ്പെടുത്തുന്ന തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? അരുണ്യ, നമുക്കറിയാവുന്നത് പോലെ തന്നെ ആരാധകർ ഏറെയുള്ള ഒരു ഫിനൽസമ പോരാട്ടത്തിനുമായിരുന്നു മാർച്ച് 27 സാക്ഷിയാകേണ്ടത്. എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ അർജന്റീനയും അതേപോലെ തന്നെ സ്പെയിൻ ഫുട്ബോൾ ഫെഡറേഷനുകൾക്ക് ഒരു നിഷ്പക്ഷ വേദി കണ്ടെത്താൻ സാധിക്കാത്തതോടെയാണ് മത്സരം ഉപേക്ഷിച്ചതായി UEFA അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നത് പോലെ തന്നെ പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നാണ് ഖത്തറിൽ നിന്ന് മത്സരങ്ങൾ മാറ്റാൻ വേണ്ടി UEFA തീരുമാനിച്ചത്. എന്നിരുന്നാലും അർജന്റീനയ്ക്ക് മുന്നിൽ നിരവധി ഓപ്ഷനുകൾ UEFA വെച്ചിരുന്നു. അതായത് സ്പെയിനിലേക്ക് മത്സരം മാറ്റാം, അല്ലെങ്കിൽ രണ്ട് പാദങ്ങളിലായി ഈ മത്സരങ്ങൾ നടത്താം എന്ന രീതിയിൽ UEFAയും അതേപോലെ തന്നെ സ്പെയിനും ഈ ഒരു മത്സരം നടത്താൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചിരുന്നു. എന്നാൽ ഏറ്റവും അവസാനം അർജന്റീന ഈ ഒരു വഴികളൊക്കെ യോജിച്ചു പോകാത്തത് കൊണ്ടാണ് മത്സരം റദ്ദാക്കാൻ കാരണം. അതായത് റയൽ മാഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ടായ സാന്റിയാഗോ ബെർണാബ്യൂവിലാണ് മത്സരം നടത്താമെന്ന് UEFA ആദ്യം അറിയിച്ചത്. കാരണം എന്നാൽ ഇതിലേക്ക് അർജന്റീന ഇതിനോട് സഹകരിച്ചില്ല. കാരണം സ്പെയിനിന് അവിടെ മുൻതൂക്കം ലഭിക്കുമെന്നാണ് അർജന്റീന അറിയിച്ചത്. രണ്ടാമത്തെ ഓപ്ഷനായി വെച്ചത് രണ്ട് പാദങ്ങളായി മത്സരം നടത്തുക എന്നതായിരുന്നു രണ്ടാമത്തെ നിർദ്ദേശം. ആദ്യ പാദം മാർച്ച് 27 ബെർണാബ്യൂവിലും രണ്ടാം പാദം അടുത്ത യൂറോ കോപ്പ അമേരിക്ക ടൂർണമെന്റുകൾക്ക് മുമ്പുള്ള ഒരു അന്താരാഷ്ട്ര ഇടവേളയിൽ ബ്യൂണസ് ഐറസിലും നടത്താമെന്നായിരുന്നു അറിയിച്ചത്. എന്നാൽ ഈ രണ്ട് നിർദ്ദേശങ്ങളും അർജന്റീന തള്ളിയതോടെയാണ് മത്സരം ഉപേക്ഷിക്കുന്നതിലേക്ക് പോയത്. എന്തായാലും ഒരു എമ്മാൽ മെസ്സി പോരാട്ടം കാണാനിരുന്ന ഫുട്ബോൾ ആരാധകർക്ക് ഏറെ നിരാശാജനകമായ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഖിലാഫ് അഹമ്മദാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.